എൽഷദായി യൂട്യൂബ് ചാനലിൽ കൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ദൂരത്തും ചാരത്തുമായിരിക്കും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവമഹത്വം എന്നുള്ളൊരു വിഷയമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതിന് ആധാരമായി ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തനം 29:1. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വം ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക. അതെ, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഏലിയുടെ പുത്രന്മാർ 2 മക്കൾ നീചന്മാരായിരുന്നു, യഹോവയെ ഓർക്കാത്തവരായിരുന്നു. അതെ, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളുമായി ദൈവഹിതമല്ലാതെ മോശമായ രീതിയിൽ പല പാവങ്ങളും ചെയ്തതായിട്ട് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയും. എന്നാൽ അവിടെ ആ യാഗപീഠത്തിന്മേൽ ആരെങ്കിലും ഒരു യാഗം അർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ യാഗം അത് വെന്ത് കഴിഞ്ഞാൽ പുരോഹിതന് ഭക്ഷിക്കാനുള്ളതാണ്. എന്നാൽ ഈ 2 മക്കള് യഹോവയുടെ ആലയത്തിൽ യാഗപീഠത്തിന്മേലിരിക്കുന്ന യാഗവസ്തു അവരെ മുപ്പല്ലിക്ക് കുത്തിയെടുത്ത് അവരെ പച്ചമാംസം മതി പുരോഹിതനെന്ന് പറഞ്ഞ് ദൈവത്തിന് നിവേദിച്ച അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ മഹത്വം കൊടുക്കാതെ അവരെ ദൈവകോപത്തിനിരയായി. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം എന്തെങ്കിലും നിനക്ക് മോശമായിട്ട് നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ തിരുവചനം കേൾക്കുമ്പോൾ, അതെ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും. മഹത്വം കൊടുക്കണം, ശക്തി കൊടുക്കണം. ദൈവം ആരാണെന്ന് ഒരു തിരിച്ചറിവുണ്ടാണ്. ദൈവത്തിന് തക്ക മഹത്വം നമ്മൾ കൊടുക്കുന്നില്ല. ദൈവത്തിന് ഉളുക്കിയതിനെയും ചതഞ്ഞതിനെയും ചട്ടുള്ളതിനെയും ഒന്നും വേണ്ട. ഊനം ഇല്ലാത്ത നമ്മളൊരു സ്തോത്രം പറയുമ്പോൾ അത് നമ്മുടെ അകത്തു നിന്നും ആ സ്തോത്രവും സ്തുതികളും ഉയരണം, മഹത്വമായി തീരട്ടെ. ഈ രാത്രിയിൽ ഫറവോനെ കുറിച്ച് ചിന്തിച്ചാൽ, മോശ പലപ്പോഴും എൻ്റെ ജനത്തെ ആരാധിക്കുവാനായി എൻ്റെ ജനത്തെ വിട്ടയക്കാൻ അനവധി തവണ 10 പ്രാവശ്യം കടന്നു എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് ഫറവോൻ. ഫറവോൻ്റെ ജീവിതത്തിൽ തൻ്റെ അനവധി ബാധകൾ 10 ബാധകൾ അവിടെ ചെന്നു. അതെ, തവള എന്ന് പറഞ്ഞ ഒരു ബാധ ഫറവോൻ്റെ എല്ലാ തീൻമേശയിലും ആഹാര സാധനങ്ങളിലും പള്ളി മെത്തകളിലും ഒക്കെ ഫറവോൻ കിടക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെ തവളയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി അതിനകത്ത് തവള വന്നിരുന്ന നമ്മൾ കഴിക്കും. പ്രിയ സുഹൃത്തെ, അതൊരു ബാധയാണ്. തവളയെക്കുറിച്ച് നമ്മൾ വളരെ പഠിക്കേണ്ടതാണ്. ഇന്നത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൽ കടന്നു വന്ന് നിങ്കിലുള്ള ഭക്തിയോടുകൂടെ ആരാധിക്കണം. ഇന്ന് ഭക്തിയില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നില്ല. തവള എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 16:13 കാണുന്നത് തവള അശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ഫറവോന്റെ ജീവിതത്തിൽ ഈ അശുദ്ധാത്മാവ് അവൻ്റെ ദേശത്ത് മൊത്തം വ്യാപരിച്ചു. പ്രിയ സ്നേഹിത, നീ ദൈവത്തിന് നീ മഹത്വം കൊടുക്കാത്ത വ്യക്തിയായി തീരരുത്. നിന്റെ കൈയുടെ അധ്വാന ഫലം കൊണ്ടെല്ലാം നേടി എന്ന് നീ പറയാൻ ഇടയാകരുത്. നീ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല ഭവനങ്ങളിൽ പാർക്കുമ്പോൾ ദൈവത്തെ ഓർക്കുന്നുണ്ടോ? അതെ, നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ കൈയുടെ അധ്വാന ഫലം കൊണ്ട് നേടി എന്ന് ചിന്തിക്കാതെ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്, നിന്നെ ഈ ഭൂമിയിൽ ജീവനോടെ സൃഷ്ടിച്ച ദൈവം
നിനക്ക് വേണ്ടുന്നതെല്ലാം തന്ന ദൈവം, ആ ദൈവത്തിന് അതെ നീ ഒരു മഹത്വം കൊടുക്കുന്ന വ്യക്തിയാണോ? നീ ആ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദേവാലയത്തിൽ യാഗം നടക്കണം, ബിസിനസ് പാടില്ല. കമ്മിറ്റി കൂടുമ്പോൾ ദേഷ്യം ഉണ്ടാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കമ്മിറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് മഹത്വമാവുന്നുണ്ടോ, പ്രസാദമാവുന്നുണ്ടോ? ചില തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതെ ദൈവത്തിന് മഹത്വമാണോ? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാത്ത ഒരു ജീവിതമാണോ നിൻ്റെ? നീ മിടുക്കനാണെന്ന് നിനക്ക് ഒരു പക്ഷേ തോന്നുന്നെങ്കിൽ, ദൈവം അനുവദിക്കുന്ന അനുവദനീയമായ സമയങ്ങൾ നിനക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ, ആയുസ് ഒടുങ്ങുന്നതിൻ്റെ മുമ്പ് ഇന്ന് രാത്രി നീ ഒരു തീരുമാനമെടുക്കുക. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ തെറ്റിപ്പോയി. ഏലിയുടെ മക്കളെ പോലെ, ഏലിയുടെ മക്കളുടെ ജീവിതം അമ്പേ പരാജയമായിരുന്നു. സഹോദരൻ, നിൻ്റെ ജീവിതം ഒരു പരാജയമാണോ? നീ ദൈവത്തെ കൂടാതെ ഉണ്ടാക്കുന്നതൊക്കെ അതൊന്നും നിലനിൽപ്പില്ലാത്തതാണ്. മഹത്വം ദൈവത്തിന്. ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ നിൻ്റെ അത് ശ്വാസം ശരിക്ക് പോകത്തുള്ളൂ. നിനക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ ഒരു ദഹനം നടക്കണമെങ്കിൽ, ഒരു ദഹന പ്രക്രിയ നടക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. നീ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് ഇന്ന് പൂർണ്ണ മനസ്സോട് നിന്റെ ജീവിതത്തിൽ അതെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ നഷ്ടമാകരുത്. പണ്ടൊക്കെ നല്ല പ്രഭാത സമയത്ത് അതെ മനമേ പക്ഷി ഗണങ്ങൾ എന്നുള്ള പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടിന്നില്ലാത്തൊരു കാലമാണ് ഇന്ന്. ഈ മനമേ പക്ഷി ആഫ്രിക്കയിൽ ചെല്ലുമ്പോഴാണ് പലരും ഉണരുന്നത്. കാരണം മനുഷ്യന് പണ്ടത്തെ പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ അമ്പേ പരാജയമാണ്. ആത്മീയ ജീവിതം, ദൈവത്തോടുള്ള ബന്ധത്തിൽ എല്ലാ നേട്ടങ്ങളും നേടിക്കഴിഞ്ഞപ്പോൾ അതെ എനിക്കിനി ദൈവത്തിൻ്റെ ആശ്രയമില്ലെന്ന് ചിന്തിക്കുന്ന അനേകരെ കാണാൻ കഴിയും. ഈ രാത്രികാലം ഏലിയുടെ തലമുറയിൽ, ആ തലമുറയിൽ ഒരു നരച്ച തലയുള്ളവരെ വെച്ചേക്കത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്തതുകൊണ്ട് പ്രായമുള്ള ഒരവസ്ഥയിലേക്ക് അവരെ അത് കാണാൻ കഴിഞ്ഞില്ല. ആ കുടുംബത്തിലൊരു നരച്ച തലയുള്ള സന്തതികളില്ലായിരുന്നു. ഏലിയുടെ മക്കൾ യഹോവയെ ഓർക്കാത്ത ഒരു നീചന്മാരുമായതുകൊണ്ട് അവരെ വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദേവാലയത്തിൽ കടന്നു പോകുന്നവർ അതെ നിന്റെ ആലയത്തിൽ കടന്നു ചെന്ന് നിങ്കിലുള്ള ഭക്തിയോടുകൂടെ ഞാൻ ആരാധിക്കും എന്ന് പറയത്തക്കവണ്ണം ഇടയാകട്ടെ. അതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫറവോനെ പോലെ, ഫറവോൻ്റെ രാജ്യത്തെ അനവധിയായ ബാധകൾ, പേന്, അതുപോലെ തന്നെ പച്ചയായതൊക്കെ വെട്ടിക്കളയുന്ന അനുഭവങ്ങൾ വിട്ടിൽ വന്ന് ഫറവോൻ്റെ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ വന്നു. കാരണം ദൈവജനത്തെ ആരാധനയ്ക്ക് വിടാതെ വണ്ണം ഒരു പൂട്ടി വെച്ചേക്കുന്ന പോലെ, ബന്ധിച്ച് വെച്ചേക്കുന്ന പോലെ ഒരു അവസ്ഥയാണ് ഫറവോൻ്റെ. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അവിടെ ഫറവോനാകരുത്. എന്ന് പറഞ്ഞാൽ അതിന് തടസ്സം നിൽക്കരുത്. ഇന്ന് രാത്രി അതെ ദൈവവചനം നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ച് യഹോവയുടെ വഴിപാട് നിന്ദിക്കരുത്. പഴയ നിയമകാലത്തിൽ ആടുമാടുകളെ ഒക്കെ യാഗമർപ്പിക്കുമായിരുന്നു പാപപരിഹാരത്തിന് വേണ്ടി. ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. കാളകളുടെയും ആട്ടുപോത്തിൻ്റെയും രക്തത്തിന്
പാപപരിഹാരം വരുത്താൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി അതെ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കാളെ ഇറക്കുന്ന പോലെ, ഒരു ആടിനെ ഇറക്കുന്നത് പോലെ സകല മനുഷ്യർക്കും വേണ്ടി തൻ്റെ ക്രൂശിലെ മരണം അതെ സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ഇന്ന് രാത്രി പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, നീ ദൈവത്തിന് അതെ അവൻ്റെതായ നിലയനുസരിച്ച് മൗത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. മൗത്വം പല രീതിയിൽ മൗത്വം നമുക്ക് കൊടുക്കാൻ കഴിയും. ഏലിയുടെ മക്കൾ പിഴച്ചതുപോലെ അതെ നമ്മുടെ ജീവിതം പിഴച്ചു പോകരുത്, വഴിതെറ്റിപ്പോകരുത്. ദൈവത്തെ ആരാധിക്കാൻ നീ ഒരു ഫറവോനെ ആകരുത്. ദൈവത്തെ ആരാധിക്കാൻ ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ ആ ഫറവോനെ പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നെങ്കിൽ ഇന്ന് രാത്രി വലിയൊരു വിടുതലും അനുഗ്രഹവുമാകട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രി കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ ദൈവകാര്യങ്ങളിൽ കൈമാറി പ്രാർത്ഥിക്കുക. ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷയത്തിന്മേൽ ബുദ്ധിമുട്ടും ഞെരുക്കവും, ജോലിയുടെ വിഷയത്തിന്മേൽ, ഭാവിയുടെ മേൽ, തലമുറയുടെ മേൽ ഭാരപ്പെടുന്നവരെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കൈമാറുകയാണ്. യേശു ക്രിസ്തുവിന് നിയമരക്തം ചൊല്ലി ഈ കേൾവിക്കാരെ, ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുക. ഈ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇത്രയും നേരം ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ എത്തിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.